സിറ്റിയുടെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ബൈക്കും പോലീസ് ബസ്സും പോലീസ് ട്രെയിനും കാര്യത്തിന് അടയിന്, അതേപോലെ ന്യൂ പോലീസ് വണ്ടിയും കാര്യത്തിന് അടയിന്. അപ്പൊ അതങ്ങനെ എടുക്കലെന്ന് പറഞ്ഞു തരാം. അതേപോലെ തന്നെ ന്യൂ പോലീസ് ട്രെയിനും കാര്യത്തിന് അടയിക്കല്. അപ്പൊ അതാണ് ട്രെയിനും കാര്യത്തിന് വരില്ല. അപ്പൊ ഇത് ഇങ്ങനെ എടുക്കലെന്ന് വീഡിയോ കൂടെ പറഞ്ഞു സ്കിപ്പ് ആയി കണ്ടാൽ മാത്രം മനസ്സിലാവും. നമ്മൾ ഉറങ്ങി കൊടുക്കുമ്പോൾ ഒരു കോളും കാര്യത്തിന് വരുന്നുണ്ട്. ആരെ കോളും നമ്മളെ ശല്യപ്പെടുത്തി 2 മണി ആയിട്ടുള്ളൂ. അപ്പൊ നമ്മളെ കോൾ അറ്റൻഡ് ചെയ്തോക്കെ ആരാന്നൊന്നും അറിയാം. നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അറ്റൻഡ് ചെയ്തോക്കെ. നമ്മൾ മൊബൈൽ ഫോൺ നേരത്തിന് ഹലോ ഇതാരാണ് താനിത് ഇങ്ങോട്ട് വിളിച്ചാണ് ഇതാരാന്ന് വെച്ചാൽ താനിപ്പോ ആരാണ്? ഞാൻ ഫ്രാങ്കിലിനെ വിളിച്ചത്. ഫ്രാങ്കിൽ നല്ലത് മാറി വിളിച്ചാന്നല്ലോ. മാറി വിളിച്ചല്ലേ ഫ്രാങ്കിലെ വീട് തന്നെ. പക്ഷെ ഫ്രാങ്കിലെ നാട്ടിക്ക് പോയതാ. ഫ്രാങ്കിലിന് വൈകിട്ട് വരുള്ളൂ. താനെന്താ വിളിച്ചത് ആരാണ്? ഞാൻ ഫ്രാങ്കിലെ ബോസും കാര്യത്തിന്. ബോസിനെ ഫ്രാങ്കിലെ പരിചയപ്പെടുത്തി ബോസും കാര്യത്തിന്. ബോസ് വിളിച്ചത് നമ്പർ അറിയാതായതാ. ഫ്രാങ്കിലിന് വൈകിട്ട് വരുള്ളൂ. എന്താ വിളിച്ചത്? ഞാൻ ഫ്രാങ്കിലിനെ വിളിച്ചത്. ഫ്രാങ്കിൽ എന്താ ഫ്രാങ്കിൽ ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചാണ്. അപ്പൊ ഫ്രാങ്കിലില്ല. അപ്പൊ എന്ത് ചെയ്യാൻ? ഫ്രാങ്കിലില്ല ഞാൻ ഉണ്ട്. അപ്പൊ താനാരാണ്? ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പഴാ പേര് ചോദിച്ചിട്ട് ഞാൻ വലിയ യൂട്യൂബറും കാര്യത്തിനാണ്. ഏത് വലിയ യൂട്യൂബർ? ഞാൻ എന്തായാലും കണ്ടില്ല. ഫ്രാങ്കിലെ പരിചയപ്പെട്ടില്ല. ഞാനും മിഞ്ഞാന്നാണ് ഈ സിറ്റിക്ക് വന്നപ്പോ ഫ്രാങ്കിൾ ഇത് അറിഞ്ഞിട്ടല്ലേ. ഫ്രാങ്കിൾ ഞാൻ വന്നപ്പോ നാട്ടിൽ കാര്യങ്ങൾ തന്നെ പോയതാണ്. അപ്പൊ ഫ്രാങ്കിലെ പരിചയപ്പെടുത്താനായിട്ടില്ല. ഞാൻ മിഞ്ഞാന്ന് സിറ്റിക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഫ്രാങ്കിൾ കാര്യം പരിചയപ്പെടുത്തിയത്. അതാണായിരിക്കും ഒരു പണി പറഞ്ഞില്ല. അത് നാളെ രാവിലെ ആകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ കുറച്ച് വണ്ടിയും ബൈക്കും കാര്യത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. ബൈക്ക് ഒന്ന് 2 കാറും ഒരു ബസ്സും അങ്ങനത്തെ ട്രെയിനൊക്കെ ഒരു ബുക്ക് ചെയ്തിട്ട് അത് ഫസ്റ്റ് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് എക്സ്പ്രസും കാര്യത്തില്ല. അപ്പൊ മിനിസ്റ്റർ നമ്മൾ സിറ്റിക്ക് വരികയാണ്. അതിനും വേണ്ടിയിട്ട് പോലീസുകാർക്ക് ഇത്ര വണ്ടിയും കാര്യത്തിന്. അപ്പൊ അത് 6 സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കൊടുക്കണം. ഓൽക്ക് മാത്രമേ പൈസ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ നൈറ്റ് തന്നെ ഫ്രാങ്കിലിനെ വിളിച്ചു. അപ്പൊ ഞാനാണ് ഫോർത്ത്. അപ്പൊ എന്തായാലും തനിക്ക് പറ്റുന്നേക്കാൻ എന്തെങ്കിലും ഫ്രാങ്കിലിന്റെ സുഹൃത്തും കാര്യത്തില്ല. അപ്പൊ തനിക്ക് എന്തായാലും പറ്റുന്നേക്കും. നോക്കട്ടെ ബോസ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഫ്രാങ്കിലിന് പറ്റുന്നെങ്കിൽ നമുക്കത് ശ്രമിച്ചു നോക്കി. ഞാൻ ആദ്യമായിട്ടാണ് സിറ്റിക്ക് വന്നിട്ട് കൊട്ടേഷൻ കാര്യത്തിന്റെ കിട്ടുക. അപ്പൊ ഞാൻ നോക്കിയിട്ട് എന്തായാലും വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഫ്രാങ്കിലിന്റെ ബോസും കാര്യത്തിന് നമുക്ക് വിളിച്ചപ്പോ നമുക്ക് ചെറിയൊരു കൊട്ടേഷൻ കാര്യത്തിന് കിട്ടിയത്. വല്ല തല്ലിന് കൊട്ടേഷനും കാര്യമൊന്നുമില്ല. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ കുറച്ച് വണ്ടി കാര്യത്തിന് പിടിപ്പിച്ച് കൊടുക്കണം. പിടിച്ചല്ല അവർക്ക് ആവശ്യമുള്ള വണ്ടി കാര്യത്തെ. അപ്പൊ നമ്മൾ നേരെ രാവിലെ ആയിട്ടാ നിൽക്കുള്ളൂ. അപ്പൊ രാവിലെ ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചോദിച്ചു നോക്കണം ഏതൊക്കെ വണ്ടി വേണം, ഏതൊക്കെ സ്ഥലത്ത് നിന്നാണ് വേണ്ടി. ഓൽക്ക് ഏകദേശം ആയിട്ട് കിട്ടും. പക്ഷെ നമ്മൾ എടുത്തു കൊടുത്താൽ ഓല് പോലീസുകാരായതുകൊണ്ട് ഓൽക്ക് എങ്ങനെയൊന്നും എടുത്തെടുക്കാൻ പറ്റൂല. എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചു. അപ്പൊ നമ്മൾ നൈറ്റ് ആണ് ഇപ്പത്. അപ്പൊ ഉറക്കൊന്നും കിട്ടല്ല. ഇത് ആലോചിച്ച് നിൽക്കുമ്പോൾ രാവിലെ ആവാതെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അങ്ങനെ രാവിലെയും കാര്യത്തിന്റെ ആയിരിക്കും. അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് അപ്പൊ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയേക്കെ എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മളെ ബോസും കാര്യത്തിന് വിളിച്ചാൽ നിങ്ങൾ വൈകുന്നേരം കാര്യത്തിന് വരുള്ളൂ. അപ്പൊ അതിന് മുന്നേ നമുക്ക് സെറ്റ് ചെയ്തേക്കാം. എന്നാലും നമുക്ക് ഈ എക്സ്പ്രൈസും കാര്യത്തിന് കിട്ടില്ലല്ലോ. ഫ്രാങ്കിലെ അടിച്ച് മാറ്റിക്കൊണ്ടോ നമ്മളെ സുഹൃത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ പൈസക്ക് ആസ്തിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചോദിച്ചു നോക്കാം എന്തൊക്കെ വണ്ടി വേണമെന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കിയിട്ട് പറയാം. അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിലും കാര്യത്തിന് എത്തിന്. നമ്മളൊരു സാറും കാര്യത്തിനുള്ള വണ്ടി പോലീസുകാരും കുറെ വണ്ടി കാര്യത്തിനുണ്ട്. വണ്ടി മാത്രമുള്ള പോലീസുകാരൊന്നും ഇല്ലാന്ന് അറിയില്ല. അപ്പൊ എന്തായാലും മിനിസ്റ്റർ പറഞ്ഞുകൊണ്ട് എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ എത്തി. വലിയ പോലീസുകാരും കാര്യത്തിനാണ്. വലിയ പോലീസുകാരെ വണ്ടി കാര്യത്തിനാണ് ഉള്ളത്. അപ്പൊ മിനിസ്റ്റർ വരാണ്ട് പോലീസ് സ്റ്റേഷനിൽ ഡെക്കറേഷൻ ചെയ്തിട്ടില്ല. ഇനി എന്താണെന്ന് നല്ല പോലെ പരിപാടി പോലെ ആയിക്കോട്ടെ. നമുക്ക് ഈ വണ്ടി എത്തിച്ചു കൊടുക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ സാറിനോട് ചോദിച്ചു. അവിടെ മുന്നിൽ തന്നെ ഉണ്ട്. അല്ല സാർ അപ്പൊ നമ്മൾ വണ്ടി ഏൽപ്പിച്ചെടുക്കണം എന്നാണ് വിളിച്ചത്. ഫ്രാങ്കിലെ സുഹൃത്തും കാര്യത്തിന്. ഫ്രാങ്കിലെ ഇവിടെ ഒന്നുമില്ല നാട്ടിക്ക് പോയത്. അതിനല്ല വന്ന് ഞാൻ പോലീസുകാർക്ക് കുറച്ച് വണ്ടി കാര്യത്തിന് വേണമെന്ന് പറഞ്ഞു. അതാണ് അപ്പൊ കുറച്ച് വണ്ടിയും കാര്യത്തിന് വേണം. അതൊക്കെ നമ്മളുടെ സീക്രട്ട് ആണ്. പക്ഷെ നമ്മളെ കൊണ്ട് എടുക്കാൻ കഴിയത്തോണ്ട് നമ്മൾ ഒരാളെ ഏൽപ്പിച്ചാൽ നമുക്കതിന് സിമ്പിൾ ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ അത് ചെയ്ത ക്യാഷ് പ്രൈസും കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മള് ഫസ്റ്റ് താങ്കളാണ് വന്നത്. അപ്പൊ താങ്കൾക്ക് പെട്ടെന്ന് എടുത്താൽ താങ്കൾക്ക് പൈസ കാര്യങ്ങൾ കിട്ടുന്നെങ്കിലും നമ്മൾ ലൊക്കേഷൻ ഒക്കെ സെൻഡ് ചെയ്ത് വെച്ചാൽ അപ്പൊ അതേപോലെ വണ്ടി എടുത്താൽ പിന്നെ അതേപോലെ 2 വണ്ടി എടുക്കണം. അതേപോലെ ഒരു വണ്ടിയും എടുക്കണം. താനൊരു വണ്ടിയും കാര്യത്തിന് എടുത്താൽ ഞാൻ പറഞ്ഞ ആ വണ്ടി അത്ര എടുത്താൽ ട്രെയിനൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ താങ്കൾക്ക് പറ്റുന്ന മാത്രം നന്നായി ക്യാഷ് പ്രൈസും കാര്യം ഉള്ളതാണ്. എന്താ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ ഫ്രാങ്കിലിന്റെ സുഹൃത്തും കാര്യത്തിൽ നമുക്ക് എന്തായാലും പറ്റണമെങ്കിൽ ഏറ്റുകണേ. അത് നമ്മൾ എന്തായാലും പോവാൻ നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ ലൊക്കേഷനിൽ നമുക്ക് പോലീസുകാരുടെ ലൊക്കേഷൻ കാര്യത്തിന് തന്നെ. അപ്പൊ നമുക്കൊരു വണ്ടി കാര്യം വിളിപ്പിച്ചു. അപ്പൊ നമ്മളെ MPC കാര്യത്തിന് കൂടെ റോട്ടിൽ കൂടെ വണ്ടി ഏൽപ്പിയോട് നമുക്ക് അത് അടിച്ചു മാറ്റിയാണ് പോലീസുകാർക്ക് കൊണ്ടുപോയി കൊടുക്കുക. നമ്മൾ അടിച്ചു മാറ്റിയാന്ന് ഓൽക്ക് അറിയില്ലല്ലോ. ഓല് എന്തെങ്കിലും ആയിക്കോളാം. മിനിസ്റ്റർ നമ്മളെ സിറ്റിക്ക് വരുന്നതുകൊണ്ട് മാത്രം ഓൽക്ക് കുറച്ച് വണ്ടിയും കാര്യത്തിന് വേണ്ടി ഓലടുത്ത് വണ്ടി ഇല്ലാത്തതുകൊണ്ടല്ലോ. ഓലടുത്ത് 2 വണ്ടി ആയിട്ട് മാത്രമേ ഉള്ളൂ പോലീസിന്റെ. അപ്പൊ നമ്മളോട് അടിച്ചു മാറ്റി കൊടുത്തിട്ട് ഓൽക്ക് വണ്ടി മാറ്റാൻ അറിയും. മിനിസ്റ്ററും കാര്യങ്ങൾ തന്നെ വരില്ല. പാട്ടിപ്പോലെ പോലീസ് വണ്ടി ആയിക്കോട്ടെ ചിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് വണ്ടി എടുക്കാനുള്ള കൊട്ടേഷനാണ് തന്നത്. നമ്മള് സിറ്റിയിൽ ഓടുന്ന ഈ മുന്നിൽ കാണുന്നത് ഈ വണ്ടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഈ വണ്ടി അടിച്ചു മാറ്റാം. വണ്ടി നേരെ മുന്നിക്ക് നിർത്തി ചെയ്യുന്നുണ്ട്. നമ്മള് ബൈക്കിൽ ഇറങ്ങിയാൽ നമുക്ക് നേരെ അടിച്ചു മാറ്റാം. നമുക്ക് ഗണ്ണ് ചൂണ്ടി നോക്കണമെന്നൊന്നുമില്ല. നമുക്ക് ചോദിച്ചു വെക്കാം. അപ്പൊ MPസും കാര്യത്തിന് അപ്പൊ നമുക്ക് ഗണ്ണ് ചൂണ്ടി വെക്കാം. അപ്പൊ വണ്ടി നിറങ്ങണം.
ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് ഞാൻ ഓടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഇറക്കിച്ചോടാ. അങ്ങനെ വണ്ടി നമ്മൾ തള്ളി മറിച്ചിട്ട് എന്തായാലും നമുക്ക് ഈ വണ്ടി എടുത്ത് പോവാം. നമ്മള് വണ്ടി ഇറങ്ങുന്നൊന്നും പറഞ്ഞിട്ട് കാര്യം നമ്മളെ വീഡിയോ ഗ്ലാസ് ഒക്കെ പറ്റി ആ പോലീസുകാരെ നോക്കിക്കോളാം. എന്തായാലും നമ്മളോട് വണ്ടിയൊക്കെ ഏൽപ്പിച്ചു തരാൻ പറ്റി ഡാമേജ് ചെയ്ത് ഓരോ നോക്കിക്കോളാം. നമുക്ക് എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിൽ വിടാണ്. പോലീസ് സ്റ്റേഷന്റെ സൈഡിൽ നിന്ന് ഒരു വണ്ടി കാര്യത്തിന് അടിച്ച് മാറ്റിയത് പോലീസിനെ അറിയിച്ചതൊന്നും ഞാൻ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും പോലീസ് സ്റ്റേഷനിലും കാര്യത്തിൽ നമുക്ക് ബാക്കിൽ നിർത്തിയിടാനാ പറഞ്ഞത്. ഈ പോലീസ് സ്റ്റേഷനിലുള്ള കുറച്ച് പോലീസുകാർക്ക് മാത്രമേ നമ്മൾ അടിച്ച് മാറ്റിക്കൊണ്ടാണ് വണ്ടി മുതിയതാക്കുന്നത്, പോലീസ് വണ്ടി ആക്കുന്നിട്ടാണ് മിനിസ്റ്റർ അതിൽ വരുന്നതൊക്കെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ പോലീസുകാർക്ക്. അപ്പൊ എന്തായാലും നമ്മൾ രണ്ടാമത്തെ വണ്ടി അടിച്ച് മാറ്റാൻ പോയിക്കണേ. അപ്പൊ രണ്ടാമത്തെ വണ്ടി ഇതാണ്. ഇത് ഇങ്ങനത്തെ രണ്ട് വണ്ടി വേണമെന്നാണ്. അപ്പൊ ഫസ്റ്റത്തെ വണ്ടി എന്തായാലും അടിച്ചു മാറ്റാം. അപ്പൊ ഇത് ഗണ്ണ് ചൂണ്ടി വെക്കാം. നമ്മൾ വെടിഞ്ഞ് വെക്കാണ്ട് ഗണ്ണ് ചൂണ്ടി വെക്കാം. നമ്മളോട് വണ്ടി എടുക്കാൻ മറ്റേ MP ജാടിയില്ല. അപ്പൊ നമ്മള് വടി ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചാണ് എന്തായാലും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ വിടാം. ഇവിടെ ഷോർട്ട് വൈയും കാര്യത്തിന് അപ്പൊ ഇക്കൂടെ നമുക്ക് നേരെ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വിടാം. അങ്ങനെ പോലീസ് സ്റ്റേഷനും കാര്യം എത്തി. അപ്പൊ ഇതേപോലത്തെ ഒരു വണ്ടി കൂടെ വരുന്നാലും അവർക്ക് പോലീസ് മിനിസ്റ്ററിനെ കൊണ്ടുപോയ ഗുമ്മും കാര്യത്തിന് ഉണ്ടാവും എന്ന് പറയും. മിനിസ്റ്ററിന്റെ കാറിന്റെ ബാക്കിൽ 2-3 വണ്ടിയും കാര്യത്തിന് വേണമല്ലോ. അപ്പൊ അതിനൊരു ഗുമ്മും കാര്യത്തിന് വേണം. അപ്പൊ ഇങ്ങനത്തെ ഒരു വണ്ടി കൂടെ ഒപ്പിച്ചിട്ട് ഇങ്ങനത്തെ 2 വണ്ടി പോലീസുകാരൊക്കെ പിന്നെ നേരത്തെ പിടിച്ച ആ വണ്ടി ഒരു ബസ്സും അങ്ങനത്തെ ഒക്കെ ആക്കുക. അപ്പൊ ഓല എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ വണ്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പൊ 2 വണ്ടികളും മോഡിഫൈ കൊടുത്തിട്ടില്ല. അപ്പൊ മറ്റേ വണ്ടി കൊടുത്തില്ല. അപ്പൊ ഓല് പെട്ടെന്ന് ആക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും മിനിസ്റ്ററും കാര്യത്തിന് എന്തായാലും എത്താനായിക്കണം. അപ്പൊ ഉച്ചയാകുമ്പോൾ മിനിസ്റ്ററും കാര്യത്തെ അപ്പൊ അതിന്റെ ഉള്ളിലായിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യണം, പോലീസിന്റെ വണ്ടി ആക്കണം. അത് നമ്മൾ രണ്ടാക്കി നമ്മൾ പോലീസിനോട് ചോദിച്ചോക്കെ എന്താ കഴിയേണ്ടത്. അല്ല സാർ ഇനി അടുത്തെന്താ ചെയ്യണം? അടുത്തൊരു ടാസ്കും കാര്യത്തിനാണ് മോഡ് കളിച്ചെന്നാൽ മാത്രമേ നമുക്ക് ബൈക്കും കാര്യത്തിൽ വിളിച്ചുള്ളൂ, പോലീസ് ബൈക്കും കാര്യത്തിന്. അതെന്താ ഞാൻ തയ്യാറാ. എന്താ മോഡ്? അതൊരു മോഡാണ്. താൻ നിന്ന് പോയി നേരെ മോഡിക്ക് കാര്യത്തെത്തും. അപ്പൊ സിമ്പിൾ ആയിട്ട് മോഡ് വിജയിച്ചാൽ മാത്രമേ ബൈക്കും കാര്യത്തു. ആ സാറേ ഞാൻ നോക്കിക്കോളാം. മോഡ് വിജയിച്ചാൽ ബൈക്ക് കിട്ടും ഉറപ്പല്ല. മോഡ് വിജയിച്ചാൽ എന്തെങ്കിലും ക്യാഷ് പ്രൈസും കാര്യങ്ങൾ കിട്ടും. അപ്പൊ മോഡ് വിജയിച്ചാൽ മാത്രം ക്യാഷ് പ്രൈസ് കിട്ടില്ല, വെറുതെ ഔട്ടായി പോകും. അപ്പൊ എന്തായാലും നമ്മൾ ആ തയ്യാറും കാര്യത്തിന് ഏറ്റെടുത്ത് അപ്പൊ എന്തായാലും നമുക്ക് ആ മോഡ് ചെയ്യണം. അപ്പൊ എന്തായാലും ഒരു ചലഞ്ച് കാര്യത്തിനാണ്. അപ്പൊ ഈ ബൈക്കും കാര്യത്തിന് നമുക്ക് കിട്ടിയില്ല, നമ്മളെ ബൈക്കായിട്ട് നമ്മൾ പോണത്. അപ്പൊ അത് ഒരു മോഡും കാര്യത്തിന് ഫിനിഷ് ആക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ഇങ്ങനെ മോഡിലും കാര്യത്തിന് എതിര്. അപ്പൊ ഇവിടെ ഒരു ഫാൻ്റെ മാതിരി കറങ്ങണ സാധനമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ തട്ടാതെ അപ്പുറത്ത് കിടക്കണം. അപ്പൊ ഇതൊരു ചലഞ്ചിങ് ആയ ഒരു ഓപ്ഷനും കാര്യത്തിന് നമ്മൾ തട്ടാതെ മുട്ടാതെ പോകണം. തട്ടിയാണ് അപ്പുറത്തേക്ക് മറിഞ്ഞ് ഇവിടെ സീനൊന്നുമില്ല, നമ്മൾ സ്പീഡിൽ പോകണ്ട. അപ്പൊ നമ്മൾ ഇപ്പൊ ഒന്നുമില്ല തോന്നുന്നു. അപ്പൊ എന്തായാലും നമ്മൾ പോയൊക്കെ. അപ്പൊ ഞാൻ സ്പീഡാണ് ആദ്യം ബ്രേക്ക് കുറിച്ചുണ്ടത്. അപ്പൊ എനിക്ക് ആ ബോർഡ് കണ്ടപ്പോ തന്നെ മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഞാൻ ബ്രേക്ക് കുറിച്ചുണ്ടെന്നില്ല, അല്ല അപ്പൊ തന്നെ വീണി. അപ്പൊ അത് സൈഡിൽ കൂടെ അങ്ങനെ പോകണ്ട. ഇവിടെ ഫാനും കാര്യങ്ങൾ തന്നെ ഫാൻ്റെ അടുത്ത് തട്ടായത് നമ്മൾ അങ്ങനെ പുറത്തേക്ക് നിൽക്കണം. അപ്പൊ നമ്മള് ബെല്ലാണ് പോണത്. മാക്സിമം ഔട്ടാകാൻ ശ്രമിക്കുക. എന്തെങ്കിലും തട്ടിക്കാണ്ട് ഔട്ട് നമുക്ക് പോലീസ് ബൈക്ക് കിട്ടുക. അഥവാ MPസിന്റെ വണ്ടിയൊക്കെ നമ്മൾ അടിച്ചു മാറ്റിയാണ് പോലീസിന് കൊടുത്തത്. അപ്പൊ അതൊക്കെ വെറുതായി പോയാൽ നമുക്ക് ക്യാഷ് പ്രൈസും കിട്ടില്ല, ഈ ബൈക്കും കിട്ടാത്ത ഒരു അവസ്ഥ. വെറുതെ അടിച്ചു മാറ്റി കൊടുത്തത്. അപ്പൊ എന്തായാലും നമ്മൾ എന്തായാലും ഔട്ടാതെ ബെല്ലാണ് പോകാൻ നിൽക്കുന്നത്. അപ്പൊ വീഡിയോ കുറച്ച് ലെങ്ത് കാര്യത്തില്ല. വീഡിയോ ആയാലും സപ്പോർട്ട് തരാം. അപ്പൊ വീഡിയോ ഇതൊരു കണ്ടാൽ ലൈക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരേണ്ടതാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ തുടർന്ന് കാണാം. അപ്പൊ എന്തായാലും ഇവിടെ കുറച്ച് ചലഞ്ചിങ് ഓപ്ഷനും കാര്യത്താണ്. എന്തായാലും തോനെ പോവാനൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. എന്തായാലും നമ്മള് ബൈക്ക് എടുത്തോണ്ട് ഉപകാരമല്ലേ, വണ്ടി കാരങ്ങളാണെങ്കിൽ ഇതൊക്കെ പെട്ടി. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ ഇറങ്ങണത് ചക്ര മാതിരിയാണ് ഇവിടെ. കാരണം അതിന്റെ മുന്നിൽ ഫാനും കറങ്ങണേ. അപ്പൊ ഈ ഫാനൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടായാലും നമ്മൾ നേരെ ആ ഫാനിന്റെ ഒപ്പം കറങ്ങണേക്കാരം. അപ്പൊ എന്ത് കുഴപ്പമില്ലാതെ പോയിട്ട് ഇവിടെ നോക്കിയിട്ട് നല്ല ബൽപ്പും കാര്യത്തിന് എന്തായാലും എത്താൻ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങൾ തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് നല്ല ബുദ്ധിമുട്ടുള്ളത് നമുക്ക് പോലീസുകാരൊക്കെ തന്നിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ വർഷം നമ്മളെ സിറ്റിക്ക് മിനിസ്റ്ററും കാര്യത്തിന് പറഞ്ഞു. അപ്പൊ കുറെ ആൾക്കാർ ഇതിന് നിന്നപ്പോ ഇവിടുന്നാണ് കുറെ ആൾക്കാർ ഔട്ടായെന്ന് പറഞ്ഞു. നമ്മളെ പോലീസുകാരും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. അപ്പൊ ഇതിന് ഔട്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളെ ഫ്രാങ്ക്ലിനെ അന്ന് വിജയിച്ചെന്ന പറഞ്ഞു. അപ്പൊ എന്താണെന്ന് അപ്പൊ ഫ്രാങ്ക്ലിൻ വിജയിച്ചു വേണ്ടിട്ട് ഫ്രാങ്ക്ലിനെ വിളിച്ചിട്ട് നമ്മളൊരു ഫാനും കാര്യങ്ങൾ തട്ടിയോണ്ട് നമ്മൾ രക്ഷപ്പെടുന്നത്. നമ്മൾ കുടുങ്ങിയും കിടക്കുന്നത് ഫാൻ തട്ടിയോണ്ട് രക്ഷപ്പെട്ട്. അപ്പൊ എന്തായാലും ഫ്രാങ്ക്ലിനെ വിളിച്ചത് അതിനും വേണ്ടി. അപ്പൊ നമ്മൾക്കാണ് ഫോൺ കിട്ടിയത്. അപ്പൊ ഫ്രാങ്ക്ലിൻ ഇപ്പൊ നാട്ടിൽ പോയിക്കാണ്. എന്തായാലും ഫ്രാങ്ക്ലിൻ ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഉച്ചക്ക് ആവാനേക്കണം. അപ്പൊ എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ ഫ്രാങ്ക്ലിനൊക്കെ എത്തും. അപ്പൊ നമ്മളിത് കൊടുത്ത ഫ്രാങ്ക്ലിനേക്കരം അപ്പൊ മിനിസ്റ്ററിനെ കാണാനൊക്കെ പോലെ. എന്തായാലും ഫ്രാങ്ക്ലിനേക്കരം അപ്പൊ മിനിസ്റ്ററൊക്കെ കാണാനുള്ള അവസരം കിട്ടും. നമുക്ക് മിനിസ്റ്ററെ കണ്ടില്ലെങ്കിലും പറ്റും. നമുക്ക് ക്യാഷ് പ്രൈസ് ഇട്ട് നമുക്ക് ഇവിടുന്ന് സിറ്റിയിൽ നിന്ന് മുങ്ങിയത്. ഫ്രാങ്ക്ലിൻ വരുമ്പോൾ തന്നെ നമുക്ക് മുങ്ങണം. അപ്പൊ അതിന്റെ മുന്നായിട്ട് നമുക്ക് ഇതൊക്കെ ചലഞ്ച് ഒക്കെ ഫുൾ ആക്കാം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ലൈക്കും ഞാൻ സബ്സ്ക്രൈബ് ചെയ്താൽ ഇത് ഫുൾ ആണ് ഒരു ഔട്ട് ആവാതെ. അപ്പൊ നമ്മള് ഫാനൊക്കെ തട്ടടി ചെറുതായിട്ട് നമ്മൾ ഫാൻ കറങ്ങണത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ നമ്മൾ എന്തായാലും മുന്നിൽ എടുത്തിട്ട് അവിടെ വേസ്റ്റ് ബിന്നും കാര്യത്തിനുണ്ട്. വലിയ വേസ്റ്റ് ബിന്നും അവിടെ അങ്ങനെ സൈഡായിട്ട് വരുന്നതിന് മുന്നിൽ അപ്പൊ അധികം ഫാനും കാര്യത്തിന്. അപ്പൊ അവിടെ ഫാനൊക്കെ ഉണ്ട്. ഫാൻ അത്ര സീനൊന്നുമില്ല, പക്ഷെ അതൊന്നും നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. ഇവിടെ ഗ്യാപ്പും കാര്യത്തിൽ ആ ഗ്യാപ്പൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഒന്ന് സ്പീഡ് ഇട്ടാൽ എന്തായാലും അപ്പുറത്തേക്ക് പോകും. അപ്പൊ അതൊന്ന് നല്ല ബുദ്ധി ഉപയോഗിച്ച് കളിച്ചിട്ട് ഗെയിമും കാര്യത്തിനാണ് ഇത് വരുന്നത്. അപ്പൊ കുറെ ആൾക്കാരോട് ബുദ്ധി ഉപയോഗിച്ചാൽ കളിച്ചിട്ടാണ് കുറെ ആൾട്ടോട്. അപ്പൊ ഇവിടെ ടാസ്കും കാര്യത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ സ്പീഡൊക്കെ പോകണം. മുന്നിൽ ഫാനും കാര്യത്തില്ല, അത് നമ്മൾ ശ്രദ്ധിക്കണില്ല. അപ്പൊ ഇവിടെ എന്തായാലും തടസ്സം കാര്യത്തിലും ഉണ്ട്. അപ്പൊ നമ്മൾ ബ്രേക്ക് കുടിച്ചിട്ട് നിൽക്കണില്ല. അപ്പൊ ആ തടസ്സത്തിൽ വെച്ചിട്ട് അവിടെ തടസ്സമില്ല എന്തായാലും അപ്പുറത്തേക്ക് വീണു. അവിടെ ഒരു ഗ്യാപ്പും കാര്യത്തിനാണ്. അപ്പൊ ആ തടസ്സം വെച്ചോണ്ട് നമ്മൾ ഈ ഗെയിമിൽ നിന്ന് ഔട്ടാവാതെ ഔട്ടായിക്കണം. നമ്മൾ ഒന്ന് പോലീസ് ബൈക്ക് ഒന്നും കിട്ടില്ല, അത് വെച്ചോണ്ട് നമ്മളെ കഴിച്ചില്ല. നമ്മൾ ഈ സൈഡിലേക്ക് ഇതിൽ കൂടെ പോകാനുള്ളത്.
അപ്പൊ അത് വെച്ചോണ്ട് എന്തായാലും നന്നായി. അപ്പൊ നമ്മൾ അവിടുന്ന് തന്നെ ഔട്ടാ പോയി. നമ്മളെ ബ്രേക്കാണ് കിട്ടിയില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ബ്രേക്ക് പിടിച്ചപ്പോ അത് കിട്ടിയില്ല. അപ്പൊ എന്തായാലും നമ്മളെ എത്താനേക്കെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും അവിടെ എത്തിയാലും എന്തായാലും ആവും. അപ്പൊ ഈ ഫെയറൊക്കെ എന്താണെന്ന് നേരെ പോയിട്ട് അപ്പൊ ഇതൊന്നും കുഴപ്പം ഇവിടെ ചെരിവലണിഞ്ഞ് എന്താ കുഴപ്പമുണ്ടാകുന്നൊന്നും അറിയില്ല. നമുക്ക് ചെരിഞ്ഞ് പോകണം. അപ്പൊ നമ്മളങ്ങനെ ഫാനിലൊക്കെ കൂടി നമ്മൾ ഔട്ടാവുന്നൊന്നും അറിയില്ല. ഫാൻ ഇങ്ങനെ ചെരിഞ്ഞ് പോകണ്ട്. അപ്പൊ നമ്മള് മാക്സിമം എടുക്കാൻ നോക്കുന്നുണ്ട്. നമ്മളെ ബൈക്കാണ് ടാർഗറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇത് ഫിനിഷ് ആക്കിയാൽ മാത്രമേ ബൈക്ക് കിട്ടും. അപ്പൊ അടുത്ത ഫാനിന്റെ അത് കാൽമിലൊക്കെ എത്തിയിട്ട് അപ്പൊ നമ്മളെ കുഴപ്പമില്ലാതെ ജിമ്മിലെത്തി. നമ്മൾ നേരെ ജിമ്മിൽ എത്താം. അപ്പൊ ബൈക്കും കാര്യത്തിന് എന്തായാലും കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ബൈക്കും കാര്യത്തിന് വരും. നമ്മൾ പോലീസ് ബൈക്കും കാര്യത്തിന് നമ്മൾ ഫ്രാങ്ക്ലിനൊപ്പം നിൽക്കുന്നുണ്ട്. നമ്മൾ ഫ്രാങ്ക്ലിനൊപ്പം നിൽക്കുന്ന വീഡിയോയും കാര്യത്തിനാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഫ്രാങ്ക്ലിനാണ് ഇതൊക്കെ മേങ്ങി കൊടുക്കല്. അപ്പൊ എന്തായാലും നമ്മള് ഇത് എടുത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇത് എടുത്തുകൊണ്ട് നമ്മൾ കൊടുക്കാൻ. അപ്പൊ ഇതാണ് പോലീസ് ബൈക്കും കാര്യത്തിന്. അപ്പൊ നമ്മൾ ഇതാണ് അടിച്ചു മാറ്റിയാണ് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ നമ്മള് മിസ്റ്റർ ബീസ് ക്യാരക്ടർ കാര്യത്തിന് അടിച്ചു മാറ്റുക. പക്ഷെ ഫ്രാങ്ക്ലിനാണ് വീഡിയോയിൽ കാണിച്ചത്. അതായത് ഫ്രാങ്ക്ലിനാണ് ഇതിന് ഉത്തരവാദിത്തം നയിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രാങ്ക്ലിനെ അവിടെ വെച്ചത്. അതായത് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ കൊണ്ടുപോയി ഒറ്റ ചാടും ചാടുക. അപ്പൊ നമ്മൾ ആ വീട്ടിന് മുന്നിൽ ആ വണ്ടിന്റെ മുകൾക്ക് വീട് വെച്ചതും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനും കാര്യമെത്തി. നമ്മൾ സൈഡിലാക്കി നമുക്ക് സാറിനോട് സംസാരിച്ചൊക്കെ എന്താണ് അപ്പൊ അല്ല സാർ അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ ഏൽപ്പിച്ചു. ഇനി ഫ്രാങ്കിന്റെ പഴയ വീട്ടില് സ്പ്രേ കാര്യങ്ങൾ ആ സ്പ്രേ നമ്മളെ പോലീസിനെ അടിച്ചു മാറ്റി കൊടുക്കണം. ഫ്രാങ്കിനെ അറിയാതെ മാറ്റി കൊടുക്കണം. അത് ചലഞ്ചിങ് കാര്യത്തിനാണ്. അപ്പൊ നമ്മൾ നേരെ അടിച്ചു മാറ്റാൻ പോകുന്നത് ഫ്രാങ്കിലെ പഴയ ഹൗസും കാര്യത്തിന് നമുക്ക് അറിയാം. എന്തായാലും നമ്മൾ സിറ്റിയിൽ വന്നത് ഫ്രാങ്കിലെ കാര്യത്തിന് നമ്മളെ സിറ്റി കാര്യം പരിചയപ്പെടുത്തുക. നമുക്ക് ഹൗസും കാര്യത്തിന് പരിചയപ്പെടുത്തുക. നമ്മൾ ഫ്രാങ്കിലെ ഹൗസും കാര്യത്തിന് എത്തിയിട്ട് അപ്പൊ ഫ്രാങ്കിലെ നിന്ന് സിറ്റി നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് സിറ്റിയിലും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ ഫ്രാങ്കിലെ വീട്ടിന്റെ ഉള്ളിലൊക്കെ ബൈക്കായിട്ട് കയറ്റിയിട്ട് നമ്മൾ ഫ്രാങ്കിലെ കാണാൻ പാടില്ല. ഫ്രാങ്കിലെ വന്നിക്കണമെന്നൊന്നും അറിയാം. നമ്മളെ ഒച്ചയും വിളയും കേൾക്കണേക്കാളും നമ്മുടെ ഒച്ചയും വിളയും കേൾക്കില്ല. നമ്മൾ ഹെൽമെറ്റ് ഊരിയാണ് നമ്മൾ പെട്ടെന്ന് നിർത്താൻ ടേബിൾ ബില്ലും കാര്യത്തിന് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ടേബിൾ ബില്ല് കാര്യത്തിന് കണ്ടിട്ട് ഇതാണ് സ്പ്രേ കാര്യത്തിന് വരുന്നത്. കളർ സ്പ്രേ കാര്യത്തിനാണ്. അപ്പൊ ഇത് അടിച്ചു മാറ്റിയുള്ള പോലീസിന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അടിച്ചു മാറ്റി അപ്പൊ നമ്മൾ നേരെ ഹെൽമെറ്റും കാര്യത്തിന് ഊരിയിട്ടിട്ട് ഹെൽമെറ്റ് ഊരിയാണ് നമുക്ക് നേരെ ബൈക്കുമ്പോൾ കയറാം. ബൈക്കുമ്പോൾ കയറി വളക്കാൻ കുറച്ച് ടാസ്ക് കാര്യത്തിനാണ്. ഇവിടെ ഒരു റോഡ് കാര്യത്തിനല്ല നമ്മളിപ്പോഴത്തെ പുതിയ വീടിന്റെ മാതിരല്ല. ഫ്രാങ്കിലെ ഇപ്പോഴത്തെ വീട് മാതിരല്ല. ഇതൊരു പഴയ വീടായിട്ട് റോഡും കാര്യത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ റോഡ് ഉണ്ട്. പക്ഷെ നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ കയറ്റിയാണ് ആൾക്കാർ താമസമാണ്. അപ്പൊ എന്തായാലും നമ്മൾ വലിച്ചതിന്റെ ഉള്ളിൽ പുറത്ത് ഇറക്കിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിലും കാര്യത്തിന്റെ എത്തി. അപ്പൊ നമുക്ക് സാറിനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് അടുത്ത പണി എന്താ ഇടാൻ നോക്കാം. അപ്പൊ അടുത്ത നമുക്ക് ബസ്സും കാര്യത്തിന് കണ്ടുപിടിച്ചാൽ അല്ല സാർ നമുക്ക് ആ സ്പ്രേ കാര്യത്തിന് കിട്ടിയിട്ട് അപ്പൊ ആ സ്പ്രേ വാങ്ങാൻ കാട്ടി. അപ്പൊ നമുക്ക് ആ സ്പ്രേ കാര്യത്തിന് കൊടുക്കാം. അല്ല സാറ് സ്പ്രേ ഇത് ഇങ്ങോട്ടല്ലേ ആ സാറിന് ഫ്രൈ കൊടുക്കണം. അപ്പൊ നമുക്ക് നേരെ ആ സാറിന് സ്പ്രേ കാര്യത്തിന് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ സാറിനോട് ആ സാറിനെ കൊടുക്കാൻ പറഞ്ഞു. അല്ല സാർ സ്പ്രേ കാര്യത്തിന് നമ്മൾ സ്പ്രേ തന്നാണ് ഭാഗത്തല്ല പണിക്ക് പോയി നമ്മൾ ബസ്സും കാര്യത്തിന് അടിച്ചു മാറ്റി. അപ്പൊ ബസ് നമ്മൾ കാർ ഷോറൂമിന്റെ അവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും കാർ ഷോറൂമിൽ പോവാ. അവിടെ പുതിയ വണ്ടി കാര്യത്തിന് വന്നത്. അപ്പൊ അവിടുന്ന് അടിച്ചു മാറ്റുന്നതാണ്. അപ്പൊ ആരും ഇല്ലാന്ന് പറഞ്ഞത്. അപ്പൊ അവിടുത്തെ കാർ ഷോറൂമിന്റെ മുതലാളിയും കാര്യത്തിന് എടുക്കാൻ പോയിക്കുന്ന പറഞ്ഞു. അപ്പൊ നമുക്ക് ലീക്കും കാര്യങ്ങൾ അത്ര കിട്ടിയിട്ടുള്ളൂ. പോലീസുകാർ അത്ര പറഞ്ഞു. ഇനി എന്താണെന്നൊന്നും നമുക്ക് നേരെ കാർ ഷോറൂമിൽ പോയേക്കാം. എന്നിട്ട് അവിടുത്തെ വണ്ടി അടിച്ചു മാറ്റണം. നമ്മുടെ സിറ്റിത്തെ കാർ ഷോറൂമും കാര്യത്തിന് പുതിയ കാർ ഷോറൂം കാണാം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ വണ്ടി കാര്യത്തിന് നമ്മളെ ബസ്സൊക്കെ കണ്ടുപിടിച്ചാണ് അടിച്ചു മാറ്റാൻ വലിയ ടാസ്കും കാര്യത്തിനുണ്ട്. ബസ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറക്കാൻ കാര്യത്തില്ല. അപ്പൊ നമ്മളെ വണ്ടി കാര്യത്തിന് നോക്കുന്നുണ്ട്. പുതിയ വണ്ടി കാര്യത്തിനുണ്ട്. എന്തായാലും അടിപൊളി വണ്ടി കാര്യത്തിനുണ്ട്. ബസ്സും കാര്യത്തിന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ബസ് സൈഡിലുണ്ട് കഴിച്ച്. അപ്പൊ നമ്മൾ വണ്ടി സൈഡിൽ നമ്മളെ കണ്ടുപിടിച്ചിട്ടുണ്ടാണ് ബസ്സും കാര്യത്തിന് വരും. അപ്പൊ എന്തായാലും അടിച്ചു മാറ്റാൻ നമുക്ക് ഇവിടെ വണ്ടി നോക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ആ വണ്ടി നോക്കുന്ന സമയം കൊണ്ട് ആരെയും വന്ന് നമുക്ക് വണ്ടി അടിച്ചു മാറ്റാൻ പറ്റില്ല. അപ്പൊ വെള്ള ബസ്സും കാര്യത്തിനുണ്ട്. ഈ ബസ് നമ്മൾ പോലീസ് ബസ് ആക്കാൻ പോണത്. അപ്പൊ ഇതിലാണ് മിനിസ്റ്റർ ഒക്കെ പോണത് എന്നാ തോന്നുന്നത്. എനിക്ക് എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് നമ്മൾ അറിഞ്ഞതേ അറിയുള്ളൂ. അപ്പൊ നമുക്ക് മിനിസ്റ്റർ ഏതാ പോണ ലീക്ക് ഒന്നും കിട്ടി. ഞാൻ ഉദാഹരണം പറഞ്ഞോളൂ. ബസ്സിലേക്കല്ലേ മിനിസ്റ്റർ പോലെ അതുകൊണ്ട് മാത്രമേ പറഞ്ഞോളൂ. ഇനി എന്താണെന്ന് നമുക്ക് നമുക്ക് വണ്ടി നേരെ ഇറക്കാൻ താമസമാണ്. അപ്പൊ എന്തായാലും ഇടിച്ചോടിച്ചോന്നും നമുക്ക് ബാക്ക് ഇടിച്ചാതെ എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സൈഡിലേക്ക് എടുത്തപ്പോൾ ചെറുതായിട്ട് ഇടിച്ചില്ല. അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഒരു സ്ക്രാഷ് ഉണ്ടെങ്കിൽ ഒലി ഒഴിവാക്കിക്കോളൂ. എന്തായാലും നമ്മളോട് അടിച്ചു മാറ്റാൻ പറഞ്ഞു. എന്തായാലും അടിച്ചു മാറ്റുമ്പോൾ സ്ക്രാഷ് കാര്യത്തിനുണ്ടാവും. അപ്പൊ പോലീസുകാരൊന്നും നടത്തിയിട്ട് എന്താ വെച്ചാൽ ഓൾക്ക് സഹായം ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടൊക്കെ ഓല അറിയാതെ അവിടെ എം പിസും കാര്യത്തിന്റെ ഒരു തട്ടണ്ട വെച്ചിട്ട് നേരെ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ എന്തായാലും പോവാം. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലും കാര്യത്തിന്റെ എത്തിന് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറ്റാൻ ടാസ്ക് ആണ്. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ കയറ്റി. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇവിടെ ഇറങ്ങാൻ ഞാൻ ഉള്ളിക്കൊന്നും നിർത്തേണ്ട പോലെ എന്തെങ്കിലും കാട്ടിക്കോളൂ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മളെ പണിയൊക്കെ തീർത്തി നമ്മളെ പറഞ്ഞ പണിയൊക്കെ തീർത്തി നമുക്ക് എന്തായാലും പോലീസുകാരെ ചോദിച്ചു നോക്കാം. നമ്മളുള്ള ക്യാഷ് എപ്പോഴാണ് കിട്ടുക അതൊക്കെ കൊടുക്കുന്നത് നമുക്ക് തന്നെ കിട്ടുക. ഫ്രാങ്കിലിന് കൊടുത്താൽ നമുക്ക് കിട്ടൂല എന്ന് ഉറപ്പാണ്. എന്തായാലും ഫ്രാങ്കിലിന് പൈസന്റെ ആർത്തിന്റെ ഫ്രാങ്കിലിനാണ്. എന്തായാലും നമുക്ക് കിട്ടൂല. അപ്പൊ സാറിനോട് ചോദിച്ചു അതെ സാറേ ഞാൻ പണിയൊക്കെ ഫുൾ ആക്കിയിട്ട് നമുക്ക് ക്യാഷ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് തനിക്ക് ക്യാഷ് ഒക്കെ കിട്ടും. താൻ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന തനിക്ക് എന്തായാലും ക്യാഷ് കിട്ടുക. അപ്പൊ താൻ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിക്കാം. നമ്മൾ 5 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്ത് നമുക്ക് ക്യാഷ് കാര്യത്തിന് കിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാല്ലേ. നമുക്ക് ഇവിടെ നാട് കിട്ടും. ഫ്രാങ്കിലെ കാണുമ്പോൾ നേരെ വീട്ടിൽ ഫ്രാങ്കിലും കാര്യത്തിന് നമ്മളെ സിറ്റിയിലും കാര്യത്തിന് എത്തിക്കണം. അപ്പൊ ഫ്രാങ്കിലാണ് നമ്മളെ ഉദ്ഘാടനം ഒക്കെ കഴിച്ചത്. മിനിസ്റ്റർ റെയിൽവേ സ്റ്റേഷനിലും കാര്യത്തിന് എത്തിക്കണം പറഞ്ഞ. അപ്പൊ എന്തായാലും നമുക്ക് എത്ര മുന്നായിട്ട് പോകണം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വണ്ടിയും കാര്യത്തിന് പരിചയപ്പെടുത്തി ഞാൻ അടിച്ചു മാറ്റിയതാണ്. ഞാനല്ല എന്റെ ഫ്രണ്ടും കാര്യത്തിന് അടിച്ചു മാറ്റിയതാണ്. അപ്പൊ എന്തായാലും ഞാൻ പരിചയപ്പെടുത്തി. അപ്പാണ് നമുക്ക് സിറ്റിയും കാര്യത്തിന് ഞാൻ എന്റെ നാട്ടിലേക്ക് വന്നിട്ട്. അപ്പൊ നമ്മളെ ഫ്രണ്ട് അടിച്ചു മാറ്റി നമ്മുടെ ഫ്രണ്ട് നാടിട്ട് പൈസ ആയിട്ട് എന്തായാലും നമുക്ക് അതൊന്ന് ഒഴിവാക്കാം. നമ്മളെ ഫ്രണ്ട് അടിച്ചു മാറ്റിയ വണ്ടി കാര്യത്തിന് എന്താ വരുന്നത് നമ്മളെന്തായാലും വണ്ടി പോലീസ് വണ്ടിയും കാര്യത്തിന് പോലീസുകാരാക്കി.
അപ്പൊ ഇത് രണ്ട് വണ്ടി, ഒന്ന് വൈറ്റും ഒന്ന് ബ്ലാക്കും കാര്യമുള്ള അടിച്ചാണ് പോലീസ് വണ്ടിയും കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും മിനിസ്റ്റർ നമ്മുടെ സിറ്റിക്ക് വരും. അപ്പൊ രണ്ടാമത്തെ വട്ടാണ് നമ്മുടെ സിറ്റിക്ക് മിനിസ്റ്റർ കാര്യത്തിന്റെ വരുന്നത്. അപ്പൊ എന്തായാലും രണ്ട് വണ്ടി അടിച്ചു മാറ്റി, ഇത് 4 ഞാൻ അടിച്ചു മാറ്റിയതാണ്, ബൈക്ക് ഉൾപ്പെടെ 5 അയക്കുന്നത്. അപ്പൊ ട്രെയിനും കാര്യത്തിൽ നമ്മൾ കാണിച്ചു തരാം, എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാം. അപ്പൊ അതാണ് വണ്ടിയും കാര്യത്തിന്റെ വരുന്നത്. അപ്പൊ ബസ്സൊക്കെ അടിപൊളി ബസ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് ബസ് എല്ലാത്തിലും പോലീസ് ബസ് ആണ് കണ്ടാൽ തന്നെ അറിയാം പോലീസ് ബൈക്കും കാര്യത്തിനുണ്ട്. ബൈക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നോണ്ട് അല്ലെങ്കിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് ബസ്സും കാര്യത്തിന് വരുന്നത്. എന്തായാലും മോഡിഫൈ ചെയ്ത അങ്ങേയറ്റത്തിന് പോലീസുകാരും കാര്യത്തിന്. അപ്പൊ നമ്മളങ്ങനെ മിനിസ്റ്ററിനെ കൂട്ടിക്കൊണ്ടാണ് ഡ്രൈവർ സ്റ്റേഷനിലും കാര്യത്തിന് എത്തിയിട്ട് നമ്മൾ ഫ്രാങ്ക്ലിനെ പോയി വെയിറ്റ് ചെയ്തൊക്കെ മിനിസ്റ്റർ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ മിനിസ്റ്റർ ഏകദേശം 2 മിനിറ്റ് കൊണ്ട് വരുന്നതേക്കാണ്. അങ്ങനെ മിനിസ്റ്ററിന്റെ ട്രെയിനും കാര്യത്തിന് വരുന്നത്. അപ്പൊ മിനിസ്റ്ററിന്റെ ട്രെയിനും അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷന്റെ ട്രെയിനും കാര്യത്തിന് നല്ല സെക്യൂരിറ്റി ആക്കി നിർത്തിക്കണം. എന്തായാലും നമ്മളെ ട്രെയിനും കാര്യത്തിന് അങ്ങേയറ്റത്ത് ആക്കിയിട്ടുണ്ട്. പോലീസ് ട്രെയിനും കാര്യത്തിനാണ് വരുന്നത്. അപ്പൊ മിനിസ്റ്ററൊക്കെ ഇതിന്റെ ഉള്ളിൽ നല്ല സെക്യൂരിറ്റി ആക്കി നിർത്തിച്ചിട്ടുണ്ട്. അതാണ് മിനിസ്റ്ററും കാര്യത്തിന്. അങ്ങനെ മിനിസ്റ്ററും കാര്യത്തിന് നമ്മളെ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പൊ ഇതാണ് മിനിസ്റ്ററും കാര്യം ഫ്രാങ്ക്ലിൻ പോലീസുകാരൊക്കെ കൈ അടിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് മിനിസ്റ്ററും കാര്യത്തിന് വരുന്നത്. അപ്പൊ മിനിസ്റ്റർ വന്ന സന്തോഷത്തിലാണ് ഈ സിറ്റിയിലെ പോലീസുകാർ നമ്മളെ ഫ്രാങ്ക്ലിൻ കാര്യത്തിന് വരുന്നത്. അപ്പൊ ബൈക്കും കാര്യത്തിന് ഇതാണ് വരുന്നത്. അപ്പൊ എന്തായാലും മിനിസ്റ്ററൊക്കെ വണ്ടിയുടെ ഉള്ളിൽ കയറി. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ മിനിസ്റ്റർ ഈ വണ്ടിന്റെ ഉള്ളിൽ ബസ്സല്ല മിനിസ്റ്ററിന് വേണ്ടിയിട്ട്. അപ്പൊ ബസ് വേറെ ആളാണ്, മിനിസ്റ്റർ ഈ കാറിലാണ് കയറിയത്. മിനിസ്റ്ററും കാര്യത്തിന് വരും, മിനിസ്റ്റർ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ബൈക്കും ഇതാ വരുന്നത്. അപ്പം 2 കാറും കാര്യത്തിന് ബ്ലാക്കും ഉണ്ട്. അപ്പൊ അതാണ് കാറും കാര്യത്തിന്, അതേപോലെ വൈറ്റ് കാറും ഉണ്ട്. അപ്പൊ അതാണ് 2 കാർ പോലീസ് കാർ ആയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഷോർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ. നെക്സ്റ്റ് അല്ല ബൈ.